ഗോഡ്സില്ല എക്സ് കോങ് സൂപ്പർനോവ. ആക്ച്വലി ഇതിൽ നമ്മുടെ സ്പേസ് ഗോഡ്സിലൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഓൾറെഡി ഈ പടം അടുത്ത വർഷമാണ് വരാൻ പോകുന്നതെങ്കിലും ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങും കഴിഞ്ഞ് ഇപ്പോൾ ഓൾറെഡി കുറച്ച് ഓഡിയൻസിനിട്ട് കാണിച്ച് ഈ പടത്തിൻ്റെ ടെസ്റ്റ് സ്ക്രീനിങ് വരെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ടെസ്റ്റ് സ്ക്രീനിങ് കണ്ടവന്മാർ വെറുതെ ഇരിക്കുമോ? അങ്ങനെ ഈ പടത്തിൻ്റെ മൊത്തം കീ പോയിൻറ്റ്സ് തന്നെ ഇപ്പോൾ പുറത്തു വന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ പടം ഏത് ടോണിലായിരിക്കും, എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പടം പോകാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ലിറ്ററലി നമ്മുടെ കോങ്ങിനെ ഒരു അയൺമാൻ ആക്കി തന്നെ മാറ്റാൻ വേണ്ടി പോവാണ്. സോ അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കിക്കളയാം. ഫസ്റ്റ് തന്നെ ഈ പടത്തിൻ്റെ ടോൺ, അതായത് എങ്ങനെയാണോ ഗോഡ്സില്ല എക്സ് കോങ് ന്യൂ എംപയർ ഉണ്ടായത് അതേ ഒരു ടോണിലായിരിക്കും ഈ സൂപ്പർനോവ പടം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ആ ഒരു പടം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. പച്ച, മഞ്ഞ, നീല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ കളറും ഉണ്ടായിരുന്നു. കുറച്ചുകൂടി കാർട്ടൂണിഷ് ആയിരുന്നു ആ ഒരു പടം തന്നെ. നമ്മുടെ ഗോഡ്സില്ലയും കോങ്ങും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയൊക്കെ കളിക്കുന്ന പോലെ ഒരുപാട് ഈ കാർട്ടൂണിഷ് ആയിരുന്നെങ്കിലും പടം അടിപൊളിയായിരുന്നു. പക്ഷേ ഗോഡ്സില്ല 1, ഗോഡ്സില്ല കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായ പോലുള്ള ഒരു ഡാർക്ക് ടോൺ, ആ മോൺസ്റ്റേഴ്സിനെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ആ ഒരു ടെറർ ഫീലിംഗ് ഒന്നും ആ ഒരു പടത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു കിഡ് ഫ്രണ്ട്ലി പോലെ ആയിരിക്കും ആ പടം തന്നെ ഉണ്ടാവുക. അതേ സെയിം ടോണിൽ തന്നെയായിരിക്കും ഈ സൂപ്പർനോവ പടവും വരാൻ വേണ്ടി പോകുന്നത്. സത്യം പറയുകയാണെങ്കിൽ ന്യൂ എംപയർ തന്നെ കുറച്ചും കൂടി ഒരു കാർട്ടൂണിഷാണ്. പക്ഷേ അതേപോലെ അല്ലാതെ കുറച്ചൊരു മോൺസ്റ്ററസ് ഫീല്, കുറച്ചുകൂടി ഒരു ഡാർക്ക് ടോണി ഈ സൂപ്പർനോവയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം ഇതിൽ സ്പേസ് ഗോഡ്സിലേക്ക് വരാൻ വേണ്ടി പോകുകയാണെന്ന് പറയുകയാണ്. അത് ഓൾമോസ്റ്റ് ഇപ്പോൾ 90% കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. ആ ടെസ്റ്റ് സ്ക്രീൻ കണ്ടിട്ടുള്ളവരും ഈ പടത്തിൽ സ്പേസ് ഗോഡ്സിൽ വരാൻ വേണ്ടി പോകുന്നത് കൺഫേം ആണെന്നും പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ പടത്തിൻ്റെ സൂപ്പർനോവ പടത്തിൻ്റെ ഓപ്പണിങ് തന്നെ നമ്മുടെ കോങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ കോങ്, സൂക്കോ, ഷീമോ ഇവർ 3 പേരും കൂടിയൊക്കെ എന്താണ് ഫാമിലി, ഇവർ പരസ്പരം അങ്ങോട്ടുള്ള ബോണ്ടിങ്ങും ഫാമിലി എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്ന രീതിക്കായിരിക്കും ഈ പടം വേണ്ടി തുടങ്ങാൻ വേണ്ടി പോകുന്നത് തന്നെ. ന്യൂ എംപയറിൽ തന്നെ നമ്മുടെ കോങ്, ഷീമയും സൂക്കോ ഒക്കെ ഓൾറെഡി ഇപ്പോൾ ഹോളോ എർത്തിലാണുള്ളത്. അങ്ങനെ അവിടെയുള്ള നമ്മുടെ സൂക്കോ എങ്ങനെ ഈ കോങ്ങിനെയൊക്കെ പിന്തുടർന്ന് പോകുന്നു, എങ്ങനെ ആ കുരങ്ങൻകുട്ടി മോൻ ഒരു വാറിയറായിട്ട് മാറുന്നു, പുള്ളിനെ എങ്ങനെ നമ്മുടെ കോങ് അങ്ങനെ മാറ്റുന്നു. അതായത് ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ് ആയിരിക്കും നമ്മളിതിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഈ ടെസ്റ്റ് സ്ക്രീനിങ് കണ്ടിട്ടുള്ള ലീക്സ് അനുസരിച്ചിട്ട് ഈ സൂക്കോനെ നമ്മുടെ കോങ് ട്രെയിൻ ചെയ്യുന്ന പോലെ കുറച്ച് സീൻസ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഷീമോയ്ക്ക് ഈ പടത്തിലൊരു ഇമ്പോർട്ടൻറ്റ് റോള് കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല. അതായത് തുടക്കത്തിൽ നമ്മുടെ ഷീമോനെ ഒന്ന് കാണിക്കും, പിന്നെ പുള്ളി അപ്രത്യക്ഷമാവും. പിന്നെ ഈ ഷീമോനെ ഈ മഷിട്ട് നോക്കിയപ്പോൾ ഈ പടത്തിൽ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗോഡ്സില്ല എക്സ് കോങ്ങും ന്യൂ എംപയറും ഗോഡ്സില്ല വേഴ്സസ് കോങ് ഒക്കെ ഉണ്ടായ പോലെ തന്നെ നമ്മുടെ ഈ കോങ് തന്നെയാണോ അപ്പോൾ ഇതിൽ മെയിൻ റോളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ആക്ച്വലി ഈ കോങ് ആൻഡ് ഗോഡ്സില്ല 2 പേർക്ക് ഈക്വൽ ആയിട്ടുള്ള സ്ക്രീൻ ടൈം കൊടുത്തിട്ടുണ്ടെന്നാണ് ആ ടെസ്റ്റ് ഓഡിയൻസ് പറഞ്ഞിട്ടുള്ളത്. മറിച്ച് കോങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നല്ലാതെ നമ്മുടെ ഗോഡ്സില്ലയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പുള്ളീനെ ഫോക്കസ് ആയിട്ട് വെച്ചിട്ടായിരിക്കും മൊത്തം സ്റ്റോറി തന്നെ ഫോർവേഡായി പോകാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞിട്ടുള്ള എല്ലാ പടങ്ങളിലും കോങ്ങിന് ചുറ്റുമായിരിക്കും മൊത്തം സ്റ്റോറി തന്നെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. കോങ്ങിന് ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് പുള്ളിയായിരിക്കും ദ മാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിക്കായിരിക്കും പടം തന്നെ പോയിട്ടുണ്ടാവുക ഇതിന് മുമ്പൊക്കെ. അതേസമയം നമ്മുടെ ഗോഡ്സിലാണെങ്കിൽ വരുന്നു, അടിക്കുന്നു, പോകുന്നു, അത് മാത്രമേ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ പടത്തിൽ കോങ്ങിനെ കുറച്ച് ടോൺ ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ഗോഡ്സില്ലയുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ആയിരിക്കും കാണിക്കാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല ഈ പടത്തിൽ ഗോഡ്സില്ല കുറച്ച് ഡിവോൾവ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വീണ്ടും ഇവോൾവ് ആയിട്ട് ഇപ്പോൾ നമ്മളെ ന്യൂ എംപയറിലൊക്കെ കണ്ട പോലെ 6 പാക്കും മറ്റേ പച്ച കളറും അല്ല പർപ്പിൾ കളറും കത്തിച്ച് വരുന്നതല്ല. പുള്ളിയുടെ പവേഴ്സ് ലെസ് ആവുന്ന പോലെ കുറച്ച് ചിലപ്പോൾ തടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുള്ളിയുടെ ആ ബ്ലൂ കളർ അറ്റോമിക് ബ്രത്തിലേക്കാണ് തിരിച്ചു പോവുക. പിന്നെ ഇതിൽ വില്ലനായിട്ട് വരാൻ വേണ്ടി പോകുന്ന നമ്മുടെ സ്പേസ് ഗോഡ്സില്ല ഒരു ഫീമെയിൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലിപ്പോൾ എന്തിരിക്കുന്നത്, ആണായാലും പെണ്ണായാലും വില്ലൻ്റെ റൈറ്റിംഗ് അടിപൊളിയാണെങ്കിൽ പടം നന്നാവും. ഈ പടം കണ്ടിരിക്കുന്ന അധിക ടെസ്റ്റ് ഓഡിയൻസും ഇപ്പോൾ ഈ സ്പേസ് ഗോഡ്സില്ലേനെ ഇപ്പോൾ നമ്മുടെ മാർവലിലുള്ള സിൽവർ സർഫറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആക്ച്വലി സിൽവർ സർഫറിൻ്റെ പണി എന്താണ്, പുള്ളി ഗാലാക്ടസിൻ്റെ ഹെറാൾഡാണ്. അതായത് യൂണിവേഴ്സ് മൊത്തം തപ്പിയിട്ട് ഗാലാക്ടസിന് തിന്നാൻ പറ്റുന്ന പ്ലാനറ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് കണ്ടുപിടിച്ചതിന് ശേഷം ഗാലാക്ടസിന് അത് കാണിച്ചു കൊടുക്കുന്നതാണ് സിൽവർ സർഫറിൻ്റെ പണി തന്നെ. ഒരു പക്ഷേ ഈ സ്പേസ് ഗോഡ്സിൽ ഒരു ഹെറാൾഡായിട്ടായിരിക്കും ആറ്റാൻ വേണ്ടി പോകുന്നതായിരിക്കും ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചത്. ഒരു പക്ഷേ അങ്ങനെ നടക്കാനും ചാൻസ് ഉണ്ട്. കാരണം ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള അത് പണ്ടിറങ്ങിയിട്ടുള്ള ടോഹോടെ തന്നെ ഈ മോൺസ്റ്റർവേഴ്സ് പടങ്ങളിൽ ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് ഒരു ഏലിയൻ സ്പീഷീസ് ആയിരിക്കും ഭൂമിയിലുള്ള ഒരുപാട് ക്രിയേച്ചേഴ്സിനൊക്കെ DNA മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നമ്മുടെ ഗോഡ്സിലേക്ക് വില്ലനായിട്ട് അയച്ചിട്ടുണ്ടാവുക. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ഈ സ്പേസ് ഗോഡ്സിലയുടെ DNA ചിലപ്പോൾ വേർതിരിക്കപ്പെട്ടിട്ട് മ്യൂട്ടേറ്റ് ആയിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു മോൺസ്റ്റർ ആയിരിക്കാം. ചിലപ്പോൾ ഏലിയൻസ് പറഞ്ഞു വിട്ടിട്ടുള്ള ഒരു മൃഗമാവാനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു വലിയ ട്വിസ്റ്റ് വെച്ചിട്ട് ഈ സ്പേസ് ഗോഡ്സിലെ അയച്ചിട്ടുള്ള തന്നെ വേറൊരു വലിയ വില്ലനാണ്. ഈ സ്പേസ് ഗോഡ്സിലെ ജസ്റ്റ് ഒരു ടീസർ മാത്രമാണ്. അതായത് സിൽവർ സർഫറിനെ പോലെ ജസ്റ്റ് ഭൂമി ഒന്ന് എത്തി നോക്കാൻ വേണ്ടി വന്നതാണ് സ്പേസ് ഗോഡ്സില. വെറുതെ നമ്മുടെ കോങ്ങും ഗോഡ്സിലൊക്കെ അതിനെ വെറുതെ ഇട്ടടിച്ച് ഇപ്പം മെയിനായിട്ടുള്ള നമ്മുടെ താനോസ് ഗലാക്ടസിനെ പോലെ ഒരു തന്നെ വെറുതെ മൂപ്പിച്ചിരിക്കുകയാണ്. ഈ പാപം വരാൻ വേണ്ടി പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പുള്ളി വന്നേക്കാം.
ചിലപ്പോൾ ആ ഒരു ക്യാരക്ടർ നമ്മുടെ ഡിസ്ട്രോയ് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. എങ്കിൽ നമ്മുടെ ഈ സ്പേസ് ഗോഡ്സില ഒരു ഹെറാൾഡായിട്ടാണ് ആക്ട് ആവാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഇതിനെ എതിർത്തിട്ട് നമ്മുടെ ഗോഡ്സിലയും കോങ്ങും മാത്രമല്ല, ഗോഡ്സില, കോങ്, ഹ്യൂമൻസ് ഇവർ 3 പേരും ഒരുമിച്ചാണ് ഈ സ്പേസ് ഗോഡ്സിലേനെ എതിർത്ത് നിൽക്കാൻ വേണ്ടി പോകുന്നത്. അതും ലീഗ്സ് നമ്മുടെ ട്രാപ്പറില്ലേ, നമ്മുടെ കോങ്ങിനെ മറ്റേ കയ്യൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള പുള്ളി വലിയൊരു മെഗാസോഡ് പോലത്തെ ഒരു സാധനം, ഐ മീൻ ഒരു വലിയൊരു ജൈജാൻറ്റിക് മെഷീൻ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകണമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ചെറിയൊരു ട്രീസ് നമ്മുടെ ആ ഗോഡ്സില എക്സ് കോങ് ന്യൂ എംപയറിൽ തന്നെ തന്നിട്ടുണ്ടാവും. അതായത് ഗോഡ്സില വേഴ്സസ് കോങ്ങിൽ നമ്മുടെ മെക്കാ ഗോഡ്സിലേനെ ഹ്യൂമൻസ് കൺട്രോൾ ചെയ്യുന്നവരെ കാണിച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോൾ മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ഈ ട്രാപ്പർ വലിയൊരു മെഷീൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ കാണിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇതൊന്നുമല്ല, ഇവന്മാരെന്തിനാണ് പുതിയ ഏഗേഴ്സ് പോലുള്ള മെഷീനൊക്കെ കൊണ്ടുവരുന്നത്? ബാക്കിയുള്ള മോൺസ്റ്റേഴ്സ് എവിടെ? ദ ബേമത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മോൺസ്റ്റേഴ്സിനെ നമ്മൾ കിങ് ഓഫ് മോൺസ്റ്റേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ആ കഴുകനെ പോലുള്ള സാധനവും ഇതൊക്കെ എവിടെ? ഇതൊന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഗോഡ്സില മാത്രം ഇങ്ങനെ തമ്മിലടിച്ചാൽ മതിയോ? ഈ ഗോഡ്സില എന്ന് പറയുന്നത് ഒരു ആൽഫയല്ലേ? ഈ ആൽഫയുടെ കൺട്രോളിലുള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ മോൺസ്റ്റേഴ്സും ചേർന്നിട്ട് ഈ സ്പേസ് ഗോഡ്സിലേനെ എതിർക്കുന്ന പോലെ കാണിച്ചൂടെ? എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നമ്മളൊക്കെ ഈ പടം കാണാൻ വേണ്ടി പോകുന്നത് തന്നെ നമ്മുടെ കോങ്ങണ്ണനും പല്ലിയണ്ണനും കൂടി തമ്മിൽ തല്ലുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ഇവന്മാർ ഈ ഹ്യൂമൻസിനൊക്കെ കുത്തിക്കയറ്റുന്നത്? ഈ ഹ്യൂമൻസിൻ്റെ ഒക്കെ മെഷീനെ കൊണ്ടുള്ള ഫൈറ്റ് കാണാനാണ് വേറെ ഏതെങ്കിലും പടം കാണാൻ പോയപ്പോരെ. ആൻഡ് ഫൈനലി നമ്മുടെ കോങ് കഴിഞ്ഞ പടത്തിൽ ഒരു ബീസ്റ്റ് ഗ്ലൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലൗ നമ്മുടെ കോങ്ങിന് കൊടുത്തിട്ടുണ്ടാവും. എന്തിനാണ് ഒരു ഗ്ലൗവിൽ മാത്രം നിർത്തുന്നത്? അയണിനെ പോലെ ഒരു സ്യൂട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന പറഞ്ഞിട്ട് ദ എക്സോ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്യൂട്ട് തന്നെ കോങ്ങൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവാണ്. അതായത് മൊത്തം ബോഡിയും കവർ ചെയ്യുന്ന പോലെ ഒരു അയൺമാൻ സ്യൂട്ടല്ല, പുള്ളിയുടെ ഒരു എക്സോ സ്കെലിറ്റൻ സ്യൂട്ട് പോലെ ജസ്റ്റ് പുറത്ത് പുള്ളിയുടെ ബോഡിക്ക് ആവശ്യമുള്ള ഒരു സ്ട്രെങ്ത് മാത്രം ബിൽഡ് ചെയ്യുന്ന പോലത്തെ ഒരു സ്കെലിറ്റൻ സ്യൂട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന്. കേൾക്കുമ്പോൾ ഇച്ചിരി ഓവർ പോലെയൊക്കെ തോന്നിയേക്കാം, പക്ഷേ ന്യൂ എംപയറിൻ്റെ ടോൺ പോലെ തന്നെയാണ് ഇതിൽ വരാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോഴേ മനസ്സിലാക്കണം ഇവർ എന്ത് ചിലപ്പോൾ ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതാണോ, ലോജിക്കാണോ എന്നൊക്കെ ചിന്തിക്കാം. പിന്നെ വലിയ മലയുടെ അത്രയും വലിപ്പമുള്ള പല്ലിയും കുരങ്ങനും അടി ഉണ്ടാക്കുന്ന പറഞ്ഞുള്ള പടം നമ്മൾ കാണുന്നത്. പിന്നെയാണ് ഇതൊക്കെ വിശ്വസിച്ചാലേ പറ്റൂ. എന്തൊക്കെയാണെങ്കിലും ഇവർ കൊടുത്തോട്ടെ, പക്ഷെ അതിൻ്റെതായിട്ടുള്ളൊരു ജസ്റ്റിഫിക്കേഷനും കൂടി കൊടുത്താൽ വളരെ നന്നായിരിക്കും. കാരണം കോങ്ങിന് ആ ബീസ്റ്റ് ഗ്ലൗ ഒക്കെ കിട്ടുമ്പോൾ അത് ആ കഥയ്ക്ക് ആവശ്യമുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ അത് വിശ്വസിക്കാം, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നേക്കാമെന്ന്. അതായത് റാൻഡമായിട്ട് പുള്ളിക്ക് ഒരു ഗ്ലൗ എടുത്തിട്ട് അതിന് പവേഴ്സ് കൂട്ടുന്ന പോലെ കാണിക്കാതെ അതിന് ഒരു ആവശ്യം ഉണ്ടായിരുന്നു, പുള്ളിയുടെ കൈയൊക്കെ ഓൾറെഡി പോയി കിടക്കുകയാണ്, അങ്ങനെ പുള്ളിക്ക് അതിൻ്റെ ആവശ്യം വന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് വിശ്വസിക്കാം. അതേപോലെ എന്തെങ്കിലും ഒരു ജസ്റ്റിഫിക്കേഷൻ ഈ സൂട്ട് കിട്ടുമ്പോൾ, ഈ എക്സോസ്കലിൻ്റെ സൂട്ട് കിട്ടുമ്പോൾ കാണിച്ചാൽ വളരെ നന്നായിരിക്കും. കാരണം അതും ഒരു കാര്യത്തിൽ ന്യായം തന്നെയാണ്. കാരണം കോങ്ങിന് ഗോഡ്സിലനെ പോലെ ഒന്നും ഇവോൾവ് ആവാൻ പറ്റൂല. നമ്മൾ തന്നെ മനുഷ്യന്മാരെന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ആ കുരങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. അയൺമാനെ പോലെ ഒരു സൂട്ട് കോങ്, ദ അയൺ കോങ്, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ സ്പേസ് ഗോഡ്സിലേനെ കുറച്ച് ടെററായിട്ടാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഗോഡ്സില തന്നെ സ്പേസ് ഗോഡ്സിലെ അടുത്ത് തോക്കുന്ന പോലെയൊക്കെ കാണിക്കാൻ വേണ്ടി പോകണമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഫാൻ ഫേവറേറ്റ് കുറച്ച് മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള റോഡൻ, മോത്ര, ഇതേപോലുള്ള നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മോൺസ്റ്റേഴ്സ് ഒന്നും ഇതിൽ റിട്ടേൺ ആവത്തില്ലെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി പടത്തിൻ്റെ ടെസ്റ്റ് സ്ക്രീനിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും VFXൻ്റെ പണിയൊക്കെ ഒരുപാടുണ്ട്. പടം അടുത്ത വർഷമാണ് റിലീസാകാൻ വേണ്ടി പോകുന്നത്. സോ ഇനിയും ചിലപ്പോൾ ഒരു പക്ഷേ ഇതുവരെ ഇല്ലാത്ത ചിലപ്പോൾ മോൺസ്റ്റേഴ്സിനൊക്കെ ഇറക്കിയെന്ന് വരാം നമ്മുടെ ഗോഡ്സിലേക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അല്ല, ഞാൻ അറിയാൻ വേണ്ടി വയ്ക്കുക, ഈ ഗോഡ്സിലയുടെ ഒക്കെ മെയിൻ വില്ലൻസ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഈ മ്യൂട്ടോസ്. അല്ല, ഈ മ്യൂട്ടോസൊക്കെ ഗോഡ്സിലേനെ തന്നെ ഇട്ട് അമ്മാനെ ആടിക്കൊണ്ടിരുന്നതാണ്. ഈ മ്യൂട്ടോസൊക്കെ ഇപ്പോൾ നമ്മുടെ ഗോഡ്സിലയുടെ കൺട്രോളിൽ, ഐ മീൻ പുള്ളിയാണ് ആൽഫ, പുള്ളിയുടെ അടിയിലാണ് ഇപ്പോൾ ഈ മ്യൂട്ടോസൊക്കെ ഉള്ളത്. അങ്ങനെയാണ് ഇതിനെയൊക്കെ വിളിച്ചാൽ പോരെ ഈ സ്പേസ് ഗോഡ്സിലായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുങ്ങൾ നോക്കിക്കൊള്ളില്ലല്ലോ. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മൊണാക് സീസൺ 2 നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മോൺസ്റ്റർ എക്സിനെയൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഇനി അതിൽ നിന്ന് നമ്മുടെ ഈ ഗോഡ്സില എക്സ് കോങ് സൂപ്പർനോവയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലീഡൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് എന്തായാലും ആ സീരീസ് എൻഡാകുമ്പോൾ ഒക്കെ കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.